Deuteronomy 30:19. I have set before you life and death, blessing and cursing. Therefore choose life, that both you and your descendants may live. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. The battle between good and evil is not just in the world around us, it is within us. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം നമ്മുടെ ചുറ്റിനും മാത്രമല്ല, പിന്നെയോ നമ്മളിൽ തന്നെ ഉണ്ട്. Every human heart is a battlefield where light and darkness wage war. എല്ലാ മനുഷ്യഹൃദയവും ഒരു യുദ്ധഭൂമിയാണ്. അവിടെ വെളിച്ചവും അന്ധകാരവും നിരന്തരമായി മല്ലിടുകയാണ്. Made in the image of God, we are called to grow in His likeness, to become radiant with His holiness. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ഏവരും അവൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അവൻ്റെ വിശുദ്ധിയിൽ നാം പ്രകാശപൂരിതരാകുകയാണ്. Yet, like Adam and Eve, we often choose self over God, pleasure over obedience, and illusion over truth. നമ്മൾ എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ദൈവത്തെക്കാളും. അനുസരണത്തിന് പകരം നമ്മുടെ സുഖമാണ് നാം അന്വേഷിക്കുന്നത്. നാം സത്യത്തെ തേടി പോകാറില്ല. Lent is a season of decision. തീരുമാനങ്ങളുടെ നാളുകളാണ് നോമ്പുകാലം. Will we ascend toward God, turning from self-centered desires, or will we remain enslaved to the passions that distort our souls? സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് നാം പ്രയാണം ചെയ്യുമോ? Fasting is not just about food. It is about breaking our addiction to anything that separates us from Christ. ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാത്തിൽ നിന്നും മാറി ഒഴിയുവാൻ ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. Whether it be pride, anger, greed or lust, these false appetites promise fulfillment but lead only to despair. അഹന്തയും വിദ്വേഷവും സ്വാർത്ഥതയും കാമവുമൊക്കെ ചില കാലത്തേക്ക് മാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. എന്നാൽ യഥാർത്ഥ വിശപ്പ് നമ്മെ സംതൃപ്തരാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. True healing comes only from Christ, who offers us the grace to overcome sin and embrace life. ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ ജീവനെ തന്നെ നാം തിരഞ്ഞെടുക്കുകയാണ്. Let us use this sacred time to reject the lies of the evil one and open our hearts to the divine energies of God, that we may shine with His glory and walk the path of holiness. ഈ നോമ്പുകാലം വിശുദ്ധിയുടെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാം. The choice is before us. Let us choose life. നമ്മുടെ മുൻപാകെ ഒരു തീരുമാനമുണ്ട്. നമുക്ക് ജീവനെ തന്നെ, ക്രിസ്തുവിനെ തന്നെ തിരഞ്ഞെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം
അനുഗ്രഹിക്കട്ടെ.